Hello friends. How are you? When I play, ഏകാംഗ നാടകം ഒരംഗം മാത്രം ഏകാംഗ നാടകം അല്ലെങ്കിൽ one night play. So what we saw yesterday, Robert Baldwin has gone out, and the members of the family, other members of the family, they are Martha, his wife, John Gresham Baldwin, that is his son, 27 years old, and his daughter Evie. They are anxiously waiting for his return. Now what actually has happened is, why did Mr. Gresham send for him? That's what they are discussing. Why did Mr. Gresham, John Gresham was a banker, and the bank crashed. അപ്പം പെട്ടെന്നാണ് ആരും അറിഞ്ഞില്ല അവൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ. That we saw misappropriation of funds, തിരിമറി. And this Robert Baldwin, he is an embodiment of loyalty, sincerity and honesty. Loyalty, വിശ്വസ്തത, sincerity, ആത്മാർത്ഥത, honesty, സത്യസന്ധത, ഇതിൻ്റെ എല്ലാം ഒരു മൂർത്തിഭാവമാണ് റോബർട്ട് ബോൾഡ്വിൻ. ഇപ്പം റോബർട്ട് ബോൾഡ്വിനെ എന്തിനാണ് ഇയാൾ വിളിച്ചത്? ഇതാണ് ഇപ്പോൾ ഇവർ ഈ പ്ലേ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു, അറ്റ്മോസ്ഫിയറെ കണ്ടു. അറ്റ്മോസ്ഫിയർ ഇസ് സൾട്രി, ഗോയിങ് ടു റെയിൻ, വെരി ഹോട്ട്, ദ സ്കൈ, ദ സൺ ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് സ്കോച്ചിങ്. താഴെ കാല് ചുട്ടുപൊള്ളുന്ന മണ്ണെന്നാണ് പറയുന്നത്. സൾട്രി, ഒരു പുഴുങ്ങിയ രീതി. അപ്പം ഇവരിങ്ങനെ John Gresham's son, he is not John Gresham Baldwin, that is the name of his son. അയാൾ ഇങ്ങനെ ഒരു പൈപ്പൊക്കെ വലിച്ച് ഒരു തത്വചിന്തകനെ പോലെ ഇങ്ങനെ നടക്കുക. മകൾ പക്ഷെ ഭയങ്കര ആങ്ഷ്യസ്. ഓരോ മിനിറ്റിലും ജനലിലൊക്കെ പോയി നോക്കും, വിൻഡോ, അച്ഛൻ വരുന്നുണ്ടോ. അമ്മ ആങ്ഷ്യസ് ആണ്, വറീഡാണ്. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമ്മ തുന്നൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇഷ്യൂ എന്നാണ് നമുക്ക് മനസ്സിലായി. ബാങ്ക് പെട്ടെന്ന് പൊട്ടിപ്പോയി. ആ ബാങ്ക് പൊട്ടലിൻ്റെ സംഭവമാണ്. നാളെ ട്രയലാണ്, വിചാരണ നടക്കുവാണ്. ഇയാളെ ജയിലിൽ വിടും. അപ്പം one man who can save him. അതാണ് ക്വസ്റ്റ്യൻ. അതാണ് ഇവിടുത്തെ മെയിൻ പ്രോബ്ലം. നോട്ട് പ്രോബ്ലം ബട്ട് ദ മെയിൻ പോയിന്റ്. ഒറ്റ ആൾക്ക് മാത്രമേ ഇവനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ആരാ? ഇതിൻ്റെ എല്ലാം വീക്ക്നെസ് ആയിട്ടുള്ള അവൻ്റെ സെക്രട്ടറി റോബർട്ട് ബോൾഡ്വിൻ. പക്ഷേ റോബർട്ട് ബോൾഡ്വിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ കണ്ടു. വിശ്വസ്തനാണ്, ആത്മാർത്ഥതയാണ്. എബവ് ഓൾ ഹീ ഈസ് ഓണസ്റ്റ്, സത്യസന്ധത. അപ്പം പ്ലേ തുടങ്ങുമ്പം ഹീ ഈസ് നോട്ട് ഹിയർ, ഹീ ഈസ് നോട്ട് ഇൻ ദ ഹൗസ്. മറ്റുള്ളവർ 3 പേര് ഇങ്ങനെ ആലോചിക്കുകയാണ്. അവർ വൈ ഡിഡ് മിസ്റ്റർ ഗ്രഷാം സെൻഡ് ഫോർ ഹിം? അവർ തന്നെ പറയുകയാണ്, ബാങ്ക് പൊട്ടിയ കാര്യം പത്രത്തിൽ വഴിയാണ് നമ്മൾ അറിഞ്ഞത്. ഗ്രഷാം ഈസ് അറസ്റ്റഡ്, അത് നമുക്ക് മനസ്സിലായി. നാളെ ട്രയലാണ് അതിൻ്റെ. ഇപ്പം ഒരു വിറ്റ്നസ് ഉണ്ട്, ആ വിറ്റ്നസ് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഈ റോബർട്ട് ബോൾഡ്വിൻ ബാങ്കിൻ്റെ കാര്യമോ ബാങ്കിനെ പറ്റിയോ ബാങ്കിൽ സംഭവിക്കുന്ന കാര്യമോ ഒന്നും വീട്ടിൽ വന്ന് പറയുക. ബാങ്ക് പൊട്ടാൻ പോകുന്നു എന്നൊരു സംശയം മാർത്തക്ക് കിട്ടിയത് പേപ്പർ വഴിയാണ്. എന്തൊക്കെയോ ഒരു പ്രോബ്ലം നമ്മൾ പറയാതെ ദാൽമേ കുച്ച് കാലാ ഹെ ഹിന്ദി പറയും. എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സംതിങ് ഈസ് റോട്ടൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെൻമാർക്ക് എന്നാണ് പറയുന്നത്. അതൊക്കെ ഒരു വേ ഓഫ് സെയിങ് ദാറ്റ് സംതിങ് ഈസ് ഗോയിങ് റോങ്. എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മാർത്തയ്ക്ക് പോലും മനസ്സിലായത് മറ്റ് സോഴ്സിൽ നിന്നാണ്. അതുകൊണ്ട് മാർത്ത എന്ത് ചെയ്തു, കുറച്ച് ഫണ്ട്, പുള്ളിയുടെ കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അത് പുള്ളി നേരത്തെ പിൻവലിച്ചു. അപ്പം ഈ റോബർട്ട് ബോൾഡ്വിൻ വിചാരിക്കുന്നത് ബാങ്കിന് എന്തോ സംഭവിക്കാൻ പോകണമെന്ന് വീട്ടിൽ പറയുന്നത് പോലും കൂട്ടുകാരനോട് ചെയ്യുന്ന ഒരു തെറ്റായിട്ടാണ് പുള്ളി കണക്കാക്കുന്നത്. കാരണം അത്ര വിശ്വസ്തനാണ് പുള്ളി. ലോയൽ ടു ഹിസ് ഫ്രണ്ട്സ്, ലോയൽ ടു ദി ഓണർ ഓഫ് ദ ബാങ്ക്. ഓണർ ഓഫ് ദ ബാങ്ക് ജോൺ ഗ്രഷാം, 35 years they know each other. ഞാൻ പറയുമല്ലോ, നിക്കറിട്ടുന്ന കാലം രണ്ടിനും അറിയാം. ബാങ്ക് തുടങ്ങിയപ്പം കൂട്ടുകാരനെ അങ്ങോട്ട് വിളിച്ചു, സെക്രട്ടറി ആക്കി.
ഗവർണർ എന്ന് വരെ അദ്ദേഹത്തെ വിളിക്കുന്നത്. ഗവർണർ, അങ്ങനെ ഒരു റെഫറൻസ് ഉണ്ട് വിളിക്കാതെ. അപ്പോൾ ഇയാൾ എവിഡൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഗ്രഷാമിന് എഗൻസ്റ്റ് ആയിട്ട് എവിഡൻസ് കൊടുത്താൽ ഇയാൾക്ക് മാത്രമേ എവിഡൻസ് കൊടുക്കാൻ പറ്റുള്ളൂ, തീർച്ചയായിട്ടും അകത്ത് പോകും, ജയിലിൽ. ഇതൊരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ഈ പറയുന്നത്. ഫാദർ ഈസ് നോട്ട് ഇൻ ദ ഹാബിറ്റ് ഓഫ് ഷെയറിംഗ് ബിസിനസ് മാറ്റേഴ്സ് വിത്ത് ദ ഫാമിലി. ഫാമിലി മെമ്പേഴ്സിന് പോലും അറിയത്തില്ല ബിസിനസ് മാറ്റേഴ്സിനെ പറ്റി. അതുകൊണ്ട് ഇവർക്കെല്ലാം അത്ഭുതമാണ്, ഇതെന്ത് സംഭവിച്ചു, ഇത്ര നാളൊന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം കിട്ടുന്ന റിപ്പോർട്ട് പേപ്പറിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. പേപ്പറിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, പേപ്പറുകാർ സെൻസേഷൻ ആണല്ലോ, ചാനലൊക്കെ സെൻസേഷൻ ആകുന്നത്. പേപ്പറുകാർ പറഞ്ഞു, പേപ്പറുകാർ എഴുതിയിരിക്കുന്നത് ബാങ്ക് പൊട്ടി, സെക്രട്ടറിക്കും ഇതിനകത്ത് എന്തൊക്കെയോ ചില അറിവുണ്ടെന്നാണ് തോന്നുന്നത്. സെക്രട്ടറി എന്നുള്ള റോബർട്ട് ബോൾബിൻ. വീട്ടുകാർ അപ്പോഴും അപ്സെറ്റായി. കാരണം വീട്ടുകാർക്കും നാട്ടുകാർക്കും അവിടെയുള്ള ജോലിക്കാർക്കും എല്ലാം ഒരു കാര്യം ഇഷ്ടപ്പെടാം. എന്താണ്? റോബർട്ട് ബോൾബിൻ ഒരു നുണ പറയത്തില്ല, റോബർട്ട് ബോൾബിന് നുണ പറയാൻ പറ്റത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മുടെ അച്ഛൻ ഇങ്ങനെ കാര്യം ചെയ്തു കാണുമോ? ഇല്ല, സാധ്യത വളരെ കുറവാണ്. അപ്പം ഇവരിങ്ങനെ പറയലാണ്. ഈ പേപ്പറിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ന്യൂസും വന്നു. ഒരു പക്ഷേ സെക്രട്ടറിയുടെ അറിഞ്ഞുകൊണ്ടായിരിക്കും ഈ പരിപാടിയെല്ലാം ചെയ്തത്. മനസ്സിലായി? അതുകൂടെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി. ആൻഡ് ഹി തോട്ട് ദാറ്റ് പേപ്പേഴ്സ് ആർ പുട്ട് റോബർട്ട് ഓൾസോ അണ്ടർ എ ക്ലൗഡ് എന്നാണ്. അണ്ടർ എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഒരു സംശയത്തിൻ്റെ നിഴലിൽ പേപ്പറുകാരൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് വേറൊരു ആളുണ്ട്, ഡൊണോവാൻ, DONOVAN. അവൻ അസിസ്റ്റന്റ് കാഷ്യറാണ്. ഡൊണോവാൻ, DONOVAN. ഡൊണോവാൻ അസിസ്റ്റന്റ്. സ്റ്റേജിൽ പക്ഷേ ക്യാരക്ടറൊന്നുമല്ല അതിനെപ്പറ്റി. ഡൊണോവാൻ എന്ന് പറയുന്ന അസിസ്റ്റന്റ് കാഷ്യർ ജോൺ ഗ്രഷാം ബാൾവിൻ, റോബർട്ട് ബാൾവിൻ്റെ മകൻ, ഒരു അത്ലറ്റിക് ക്ലബിൽ വെച്ച് കാണുന്നു. അങ്ങനെയാണ് ജോൺ ഗ്രഷാം ബാൾവിൻ ഇതേപ്പറ്റി അറിയുന്നത്. ജോൺ ഗ്രഷാം ബാൾവിൻ എന്ന് പറയുന്നത് റോബർട്ട് ബാൾവിൻ്റെ മകനാണ്. ഇപ്പോൾ ഡൊണോവാൻ പറഞ്ഞു, ഞാൻ അവിടെ അസിസ്റ്റന്റ് കാഷ്യറാണ്, ഞാൻ പോലും ഒന്നും അറിഞ്ഞില്ല. 8 വർഷമായി ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ കെയർ ഓഫ് ഞാൻ കല്യാണം കഴിച്ചു. പണ്ട് ബാങ്ക് പൊട്ടി, എൻ്റെ ജീവിതവും പൊട്ടി എന്നാണ് പുള്ളി പറയുന്നത്. വാപ്പയുടെ പ്രശ്നത്തിൽ ഇങ്ങനെ എടുക്കുകയാണ്. സോ ഇയാൾ ചെല്ലുന്നു. ചെന്നിട്ട് ഇവരുമായിട്ട് റോബർട്ട് ജോൺ ഗ്രഷാമുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ സംസാരിക്കുമ്പോൾ ജോൺ ഗ്രഷാം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നീ എന്നെ രക്ഷിക്കണം, നമുക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പുള്ളി ഞാനെങ്ങനെ നിന്നെ രക്ഷിക്കുന്നത്? നീ ബാങ്ക് അടക്കേ, എന്നാൽ അത് കാരണം നീ പ്രസന്റ് ചെയ്തവനാ, അതുകൊണ്ട് നീ ഇത് ബാങ്ക് ക്ലോസ് ഡൗൺ ദ ബാങ്ക്. അല്ല, ജോൺ ഗ്രഷാം ബാങ്കിൻ്റെ ഉടമസ്ഥൻ വകയിലില്ല, ഞാൻ അടക്കിയിരുന്നു. അപ്പോൾ ഇവനൊരു ധൈര്യമുണ്ട് മാനസികമായിട്ട്, കാരണം ഇവൻ സത്യമേ പറയുള്ളൂ. ഇവൻ നീ അടയ്ക്കണം, അടച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. എന്നാൽ ശരി, അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഗ്രഷാം പറയുന്നുണ്ട് റോബർട്ടിനോട്, റോബർട്ട് നീ എൻ്റെ ഫ്രണ്ടാണ്, നീയാണ് എനിക്ക് എൻ്റെ എല്ലാം, നിന്നെ ഞാൻ ഒത്തിരി വിശ്വസിക്കുന്നു, നീ തീർച്ചയായിട്ടും എന്നോട് വിശ്വസ്തനാണെന്ന് എനിക്കറിയാം. പക്ഷേ വേറെ പ്രശ്നമുണ്ട്, എനിക്ക് മറ്റൊരു കാര്യം അറിയാം, നീ സത്യം പറയുള്ളൂ, എങ്കിലും നീ എന്നെ ഒന്ന് സഹായിക്കും. ഞാൻ എങ്ങനെ സഹായിക്കണം? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒറ്റ കാര്യമുള്ളൂ, മരണം വരെ, ഞാൻ ശവക്കുഴിയിൽ എന്നെ അടക്കുന്നിടം വരെ എനിക്ക് സത്യം പറയണം, സത്യം മാത്രമേ ഞാൻ പറയുള്ളൂ, അല്ലാതെ യാതൊന്നും. അത് വീട്ടുകാർക്കറിയാം, നാട്ടുകാർക്കറിയാം, ഇവനും അറിയാം. പക്ഷെ ഇവന് അത് കേട്ടിട്ട് അങ്ങനെ സങ്കടപ്പെട്ടൊന്നുമില്ല. കാരണം ഇവനറിയാം, ഗ്രഷാമിനറിയാം റോബർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രഷാം ഒരു പണി കാണിച്ചതെന്നറിയാം. ഗ്രഷാം പറഞ്ഞു, അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യും, നീ ഇത്രയും പറയും, ഒരു 3 വാക്ക് പറഞ്ഞാൽ മതി. അതെന്നതാ? ഐ ഡോണ്ട് റിമെമ്പർ, ഞാൻ ഓർക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അഡ്വക്കേറ്റ് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവോ? അപ്പോൾ നീ ഇത്രയും മാത്രം പറഞ്ഞാൽ മതി, ഐ ഡോണ്ട് റിമെമ്പർ, ഞാൻ ഓർക്കുന്നില്ല എന്ന് പറയാം. ഞാൻ പറയത്തില്ല, അതെങ്ങനെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് തന്നെയല്ല, ഞാനിതെല്ലാം നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ ഡയറിയിലുണ്ട്. ഇനി അഥവാ എൻ്റെ ഓർമ്മയെ ചെറുതായിട്ടൊന്ന് പോയാൽ എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിച്ച് പറയാൻ പറ്റുമെന്ന് പറയും. എൻ്റെ മൈ ഡിയർ ഫ്രണ്ട്, അങ്ങനെ ചെയ്യരുത്, നീ ജസ്റ്റ് എത്രയെന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും പോലും പറയത്തില്ലെന്ന് ചോദിച്ചു. അന്നേരം
റോബർട്ട് പറഞ്ഞു, അതെങ്ങനെ ഞാൻ പറയുന്നേ, അത് ഞാൻ സത്യവിരുദ്ധമായിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഞാൻ അങ്ങനെ പറയുള്ളൂ. ഉടനെ ഗ്രഷാം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്കൊരു $100,000 തരാം. $100,000 എന്ന് പറഞ്ഞാൽ $100,000 ഇൻറ്റു 70 നമ്മുടെ രൂപ വെച്ച് നോക്കുമ്പോൾ നോക്കി എത്രയാണ്. അപ്പോൾ അത്രയും ഡോളേഴ്സ് ഞാൻ നിനക്ക് തരാം. പിന്നെ നീ ഒരു കാര്യം ചെയ്താൽ മതി, അതൊരു ബ്രൈബായിട്ടൊന്നും നീ കണക്കാക്കണം. നിനക്ക് ഞാൻ ഒരാഴ്ചയിൽ $60 തന്നിട്ടുള്ളൂ, നിങ്ങൾ പേയ്മെൻ്റ് ആയിട്ട് അല്ലെ സാലറി ആയിട്ട്. അപ്പോൾ അത് നീ വിചാരിച്ചാൽ മതി, $100 ആഴ്ച തരേണ്ടതിന് പകരം ഞാൻ 60 തന്നുള്ളൂ. അപ്പം ബാക്കി 40 ഓരോ ആഴ്ചയിൽ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൂട്ടി വെച്ച പൈസയാണ് ഞാൻ തരുന്നത് നീ എന്ന് വിചാരിച്ചാൽ മതി, ബ്രൈബായിട്ട് നീ കണക്കാക്കണമെന്ന് പറഞ്ഞു. അതൊന്നും പറ്റത്തില്ല. അവൾ പറഞ്ഞു, ഞാൻ വെരി ഓണസ്റ്റ് പേഴ്സൺ, ഐ കനോട്ട് ഡു ദാറ്റ്. അപ്പം ഇവൻ്റെ ലാസ്റ്റ് റിക്വസ്റ്റ് ഇവൻ തള്ളിക്കളഞ്ഞെങ്കിലും അവിടെയാണ് എൻ്റെ പോയിന്റ്സ്. തള്ളിക്കളഞ്ഞെങ്കിലും ഗ്രഷാമിന് റോബർട്ടിനെ വലിയ അതിനെ ബഹുമാനിക്കുന്നുണ്ട്. കാരണം അവൻ്റെ സ്റ്റാൻഡ് അങ്ങനെയാണ്, ഓണസ്റ്റ് ഈസ് ദ ബെസ്റ്റ് പോളിസി. ഇപ്പൊ ഗ്രഷാമിന്റെ ആഗ്രഹം ഇവൻ സാധിച്ചു കൊടുത്തില്ലെന്ന് പറയുമ്പോഴും ഗ്രഷാമിന് റോബർട്ടിനെ വലിയ കാര്യമാണ്. കാരണം അവൻ ഒരു സത്യസന്ധമാണ്. അപ്പൊ അങ്ങനെ ഇവൻ നാളെ രാവിലെ കോർട്ടിൽ പോകും. അവനെ അറസ്റ്റ് ചെയ്ത് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ പണിഷ് ചെയ്യും. അതിനകത്ത് വേറൊരു സംഭവം കൂടെ ഓർക്കണം, ഡെപ്പോസിറ്റേഷന് ഒറ്റ പൈസ പോലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. കാരണം ഡെപ്പോസിറ്റേഷൻ്റെ പൈസ ഉണ്ട്. ഇവിടെ പറ്റിയത് ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് സംഭവം. ഇവന് ഈ പൈസ ഉപയോഗിച്ച് എന്തോ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു, അത് ശരിയായിട്ട് വർക്കൗട്ട് ചെയ്തില്ല. അതാണ് പ്രശ്നം. ഇവൻ കട്ടുകൊണ്ട് പോയതൊന്നുമല്ല. ഏതായാലും ഇവൻ്റെ തിരിച്ചു കൊടുക്കാൻ പൈസ ഉണ്ട്. അതും ഇവനോട് പറയുന്നുണ്ട്, ഡെപ്പോസിറ്റേഴ്സ് ആർ നോട്ട് ഗോയിങ് ടു ലൂസ് ഇവൻ എ സിംഗിൾ സെൻസ്. എന്നാലും ഇവൻ പറഞ്ഞു, റോബർട്ട് പറഞ്ഞു, ഇല്ല എന്നെ കൊണ്ട് പറ്റിയതെന്ന്. അദ്ദേഹം പറഞ്ഞു, അവിടുന്ന് പിരിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവർക്കെല്ലാം സന്തോഷമായി. അപ്പം തിരിച്ചു വന്നു, അച്ഛൻ തിരിച്ചു വന്നു. അപ്പം അച്ഛനോട് ചോദിക്കണം, എന്താ സംഭവിച്ചത്? അച്ഛൻ ഈ കഥയെല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ മിസ്അപ്രോപ്രിയേഷൻ ഫ്രണ്ട്സാണ്, അവൻ എന്നെ വിറ്റ്നസ്സിനെ വിളിച്ചു, അവൻ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഐ ഡോണ്ട് നോ എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റിയില്ലെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അവനെ ഒരു $100,000 തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അതും പറഞ്ഞു, ബ്രൈബായിട്ട് കണക്കാക്കണ്ട, ഒരു കൈക്കൂലിയായിട്ട് കണക്കാക്കണ്ട, നിനക്ക് മാറ്റി വെച്ച വേതനമായിട്ട് കണക്കാക്കി നീ സ്വീകരിച്ചാൽ മതി പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നടക്കില്ലെന്ന്. അപ്പം വീട്ടിലുള്ളവർ പറഞ്ഞു, ഡെപ്പോസിറ്റേഷൻ നഷ്ടവും വരികയെന്ന് പറഞ്ഞു. അപ്പം വീട്ടിലുള്ള ഓരോരുത്തരും പറയാണ്, അദ്ദേഹത്തിന് ജോൺ പറഞ്ഞു, അതെന്നാ അച്ഛാ, അതൊരു ടെക്നിക്കാലിറ്റി അല്ലേ ഉള്ളൂ, ഡെപ്പോസിറ്റേഷൻ്റെ പൈസയൊന്നും പോയല്ലോ, പിന്നെ അച്ഛനെന്ന് പറയാൻ എന്നാ ടെക്നിക്കലായിട്ട് ഐ ഡോണ്ട് റിമെമ്പർ എന്നൊക്കെ പറയാൻ പോലെ രക്ഷപ്പെടിയത് ചോദിച്ചു. അവൻ പറയുന്ന ഐ വിൽ നെവർ ഡു ദാറ്റ്. ജോൺ പറഞ്ഞു, ടെക്നിക്കാലിറ്റി അങ്ങനെയൊന്നും ഞാൻ സമ്മതിക്കുന്നു. ഇവി പറഞ്ഞു, മകള് പറഞ്ഞു, അച്ഛാ അവൻ പോട്ടെ, അവനെ രക്ഷപ്പെടുത്ത്, നിങ്ങൾ എന്തൊരു കൂട്ടായിരുന്നു, നിങ്ങൾ എത്രയും കൂട്ടായിട്ടല്ലേ എൻ്റെ സഹോദരന് അവൻ്റെ പേര് വരെ ഇട്ടിരിക്കുന്നത്. ഇപ്പം ഇവൻ ജയിലിൽ പോകുമ്പം ഒരു പക്ഷെ ആൾക്കാർ സംശയിക്കും എൻ്റെ സഹോദരനാണ് ജയിലിൽ പോകുന്നത്, കാരണം രണ്ടുപേരുടെ പേരൊന്നാണ്. അവസാനത്തിൽ മാത്രമേ സ്വല്പം വ്യത്യാസമുള്ളൂ. ജോൺ ഗ്രഷാം ബാൽവിൻ ആണ് മകൻ്റെ പേരെങ്കിൽ ജോൺ ഗ്രഷാം എന്നാണ് ബാങ്കറുടെ പേര്. അപ്പം അതും ഒരു പ്രശ്നമില്ല. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അവിടെ മാർത്ത പറഞ്ഞു, ഭാര്യ പറയാണ്, യു കുഡ് ഡു ദാറ്റ്, നമുക്ക് അതങ്ങ് ചെയ്തിട്ട് എന്നാൽ നിസ്സാര കാര്യമല്ലേ, ഐ ഡോണ്ട് റിമെമ്പർ എന്ന് പറഞ്ഞാൽ പറ്റുമെന്ന് പറഞ്ഞു. അതാണ് അന്നേരം വീണ്ടും മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി പറയാം. റോബർട്ട് പറഞ്ഞു, അതൊരു ബ്രൈബല്ലേ എന്ന് ചോദിച്ചു. റോബർട്ട് പറഞ്ഞു, ഈവൻ then he said, റോബർട്ട് ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞു, അവൻ ഇങ്ങനെയും പറഞ്ഞു പറയും, ബ്രൈബായിട്ട് കണക്കാക്കണ്ട, മാറ്റി വെച്ച് വേദനമായിട്ട് കണക്കാക്കണ്ട എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞു. രവി പറഞ്ഞു, സി അതെന്നാ അച്ഛ, അതങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ പോരെ, ഐ ഡോണ്ട് റിമെമ്പർ എന്നൊക്കെ പറഞ്ഞാൽ പോരെ. അത് തന്നെയല്ല, മനുഷ്യൻ എന്ത് പറയും, ഈ മനുഷ്യൻ ജയിലിൽ പോകുമ്പോൾ people will be sorry for him, because he is ready to pay back. So ഒറ്റ പൈസ കൊണ്ട് ആർക്കും നഷ്ടപ്പെടുന്നില്ലല്ലോ. മാർത്ത പറഞ്ഞു, ബി മേഴ്സിഫുൾ ടു ഹിം, അവനോട് ദയവ് കാണിക്കാൻ പറഞ്ഞു. ജോൺ പറഞ്ഞു, സി ഇപ്പം യു ആർ ഔട്ട് ഓഫ് വർക്ക്, എനിക്ക് ജോലിയില്ല, ബാങ്ക് ക്ലോസ് ചെയ്തു, ഇനിയിപ്പം ഫാമിലി റൺ ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കല്ലേ,
അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ആ പൈസ ഞാൻ വാങ്ങിയില്ല. ഇതോ മനുഷ്യൻ്റെ മനസ്സ് മാറുന്നുണ്ടോ? പക്ഷേ നോട്ട് റോബർട്ട്സ്, ആ പൈസ ഞാൻ വാങ്ങിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ആ പൈസ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ ഇവൻ ഈ ബാങ്ക് ഇപ്പോൾ ക്ലോസ് ചെയ്തത് വേറൊരു ബിസിനസ് തുടങ്ങും, അതിനകത്ത് നമുക്കൊരു പാർട്ട്ണർഷിപ്പ് വാങ്ങിക്കാം. അത് തന്നെയല്ല, ഹി വിൽ ഗീവ് ദ പാർട്ട്ണർഷിപ്പ്. അവൻ നിനക്ക് ആ പാർട്ട്ണർഷിപ്പ് തരും. കൂടാതെ അവന് നിന്നോട് വളരെ വളരെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ വളരെ താങ്ക്ഫുൾ ആയിരിക്കും ചെയ്യുന്നത്. ഇവൻ്റെ കൂടെ ഇനിയും പോകാനോ, ഇവനെ അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവൻ ഓൾറെഡി എന്നാ വേണ്ട, അച്ഛനൊരു കാര്യം ചെയ്യും, സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നുള്ളൂ, ഇത്രയും പൈസ ഇല്ല, ക്യാപിറ്റൽ ഇല്ലേ. ഇവരെല്ലാം നിർബന്ധിക്കുക, മകള് നിർബന്ധിക്കുന്നു, അമ്മ നിർബന്ധിക്കുന്നു, ഭാര്യ നിർബന്ധിക്കുന്നു, അതുപോലെ ജോൺ മകൻ നിർബന്ധിക്കുന്നു. അന്നേരത്തേക്കും പറയാണ് നത്തിങ് ഡൂയിങ്, ഇമ്പോസിബിൾ, ഐ ക്യാൻ നെവർ തിങ്ക് ഓഫ് ദിസ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എതിരായിട്ട് ഇവൻ കുറെ സത്യം പറയണ ഈ ചീത്ത വാക്കുകൾ പറയാ ഇംഗ്ലീഷിൽ. ഭയങ്കര അരിശത്തോടെ ഇങ്ങനെ വാങ്ങി നിൽക്കുകയാണ്. നിങ്ങളൊക്കെ വിചാരിക്കുന്നതല്ല, ഞാൻ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്, സത്യസന്ധതയാണ്, അതിന് സാക്രിഫൈസ് ചെയ്യുന്നത്, അതിന് ബലി കഴിച്ചുകൊണ്ട് എനിക്കൊരു ജീവിതം വേണ്ട, ഞാൻ എനിക്ക് വേണമെങ്കിൽ ആ മരണം വരെ ഞാൻ ഇങ്ങനെ സത്യസന്ധനായിട്ട് നിൽക്കുന്നു. ഇത്രയും വിഷമിച്ച് എല്ലാവരും കൂടെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഒരു മെയ്ഡ് എന്ന് പറയാമേ, മെയ്ഡ് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി അവിടെ ജോലിക്ക് നിൽക്കുന്നു എന്ന് പറയാണ്. അതാ മിസ്റ്റർ മാർഷൽ വന്നിരിക്കുന്നു. മിസ്റ്റർ മാർഷൽ, അദ്ദേഹം എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ചു. മിസ്റ്റർ മാർഷൽ എന്തിനാ ഇവിടെ വരേണ്ട കാര്യം? മാർഷൽ ആരാ? ഈസ് ദ പ്രസിഡന്റ് ഓഫ് ദ തേർഡ് നാഷണൽ. തേർഡ് നാഷണൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ബാങ്കാണ്, ആ ബാങ്കിന്റെ പ്രസിഡന്റാണ്. അപ്പം മാർഷൽ വരുന്നു, ഒരു സ്വീകരിക്കുന്നു, സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ആദ്യം മാർഷൽ പറയുകയാണ്, ഞാൻ അവനെ പോയി കണ്ടച്ചാൽ ആരെ? ഗ്രഷാമിനെ. അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അന്നേരം അവൻ നിന്നെപ്പറ്റി വലിയ ഒപ്പീനിയനാണ്. അവൻ പറയാണ് ഹി ഹാസ് ഗിവൺ സുപ്രീം കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ഉന്നതമായ വാക്കുകളിലാണ് നിന്നെപ്പറ്റി അവൻ സംസാരിച്ചത്. അവൻ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ഈ പൈസ തരാമെന്ന് പറഞ്ഞു, പക്ഷെ അവൻ അത് റെഫ്യൂസ് ചെയ്തു. ഡോണ്ട് നോ എന്ന് പറയാൻ പറഞ്ഞു, അതും റെഫ്യൂസ് ചെയ്തു. അവൻ പറഞ്ഞു, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഈസ് ഫ്രണ്ട്ഷിപ്പ്, അത് വേറെ കാര്യം, പക്ഷേ എൻ്റെ ഈ പ്രിൻസിപ്പിൾസ് വിട്ട് ഞാൻ ഒന്നും ചെയ്യലാണ് നീ അവനോട് പറഞ്ഞ്. അവൻ അതിൽ സന്തോഷമേ ഉള്ളൂ, ദുഃഖമില്ല. അതുകൊണ്ട് എന്ത് പറ്റി? അവൻ ട്രയലിനൊന്നും പോകുന്നില്ല, ഉള്ളത് തുറന്നു പറയാൻ പോവാണ്. ഹീസ് റെഡി ടു കൺഫെസ്. കൺഫെസ് എന്ന് പറഞ്ഞാൽ അവൻ പോയി അധികാരികളുടെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക. അപ്പം ട്രയലിൻ്റെ ഒന്നും ആവശ്യമില്ല, വിചാരണയില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൻ വളരെ സന്തോഷത്തിലാണ് നിന്റെ ഈ സ്വഭാവ ഗുണം അറിഞ്ഞിട്ട് നീ ഇത്ര നല്ല ഒരു സത്യസന്ധനാണെന്ന് അവൻ നിന്നെ ഒത്തിരിയധികം അഡ്മയർ ചെയ്യുന്ന നിന്നെ ഒരു ഹൈ ഒപ്പീനിയൻ, നിന്നോട് വളരെ നല്ല സുപ്രീം കോംപ്ലിമെന്റ്സ്, ഏറ്റവും നല്ല വാക്കുകളിലാണ് നിന്നെ പറ്റി എന്നോട് പറഞ്ഞത്. എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. എന്നിട്ട് ഈ മാർഷൽ പറയാണ്, ഈ തേർഡ് നാഷണൽ ബാങ്കിൻ്റെ ബാങ്കിൻ്റെ ഉടമസ്ഥൻ, ആ മാർഷൽ അതുപോലെ തേർഡ് നാഷണലിൻ്റെ ഉടമസ്ഥൻ പറയാണ്, സി നിനക്ക് അടുത്ത ദിവസം നീ അങ്ങോട്ട് വരിക, നിനക്ക് വേണ്ടി ഒരു പൊസിഷൻ ഞാൻ റിസർവ് ചെയ്ത് വെച്ചിരിക്കാം. ഇത് കേട്ടപ്പോഴത്തേക്കും എല്ലാവരും അന്തം പെട്ടു. സത്യമേവ ജയതേ. ബാക്ക്ഗ്രൗണ്ട് അതാണ്. അപ്പം സത്യം, ഓണസ്റ്റി, ലോയൽറ്റി, സിൻസിയറിറ്റി, ഇത്ര ഗുണങ്ങളുടെ ഒരു തങ്കപ്പെട്ട മനുഷ്യനെ ഇയാളൊരു മോശമായ പ്രവൃത്തി ചെയ്യാൻ കുടുംബത്തിലുള്ള എല്ലാവരും പ്രേരിപ്പിച്ചു. ഭാര്യ പ്രേരിപ്പിച്ചു, മകള് പ്രേരിപ്പിച്ചു, മകൻ പ്രേരിപ്പിച്ചു, പല രീതി. ഇത് സാരമില്ല, ഇതൊരു ടെക്നിക്കൽ തിങ് അല്ലേ, സാരമില്ല, അവനോട് ദയ തോന്നണം, ഇതെന്നെ ആരും അറിയാൻ പോകുന്നില്ല, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ. ഈ പ്രലോഭനങ്ങളിലൊന്നും പെടാതെ അവൻ്റെ ആ പോളിസി മുറുകെ പിടിച്ചു. അങ്ങനെ അതുകൊണ്ട് എന്ത് വേണ്ടി അൾട്ടിമേറ്റ്ലി വിജയിച്ചത് ഇവനിപ്പം നഷ്ടപ്പെട്ട ജോലിയേക്കാളും അതിമനോഹരമായ മറ്റൊരു ജോലി
ഒരു വലിയ ബാങ്ക് കിട്ടുന്നു. ഇതാണ് സത്യസന്ധമായിട്ട് ജീവിച്ചാൽ ഉണ്ടാകുന്ന ഫലം. മനസ്സിലായോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു പക്ഷേ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു കാണിക്കല്ലേ, ഒരു മരം വെട്ടുകാരൻ മരം വെട്ടാൻ പോയി. അപ്പോഴത്തേക്ക് അവൻ്റെ കോടാലി തെറിച്ച് വെള്ളത്തിൽ വീണെന്നും ഒരു ദേവി അതിൽ നിന്ന് വന്ന് ഇവൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് ഇവൻ്റെ വിഷമം ഇറങ്ങിയിട്ട് ഒരു സ്വർണ്ണ കോടാലി കൊടുത്തു. ഇവൻ പറഞ്ഞ് എനിക്ക് വേണ്ട, വെള്ളിക്കോടാലി കൊടുത്തു. അയ്യോ അതെനിക്ക് അല്ലെന്ന് പറഞ്ഞു. എന്നാൽ അവൻ്റെ തന്നെ കോടാലി എടുത്ത് അതാന്ന് പറഞ്ഞു. അപ്പം ദേവിക്ക് വളരെ സന്തോഷമായി. ദേവി എന്ത് ചെയ്തു? ഈ 3 കോടാലിയും അവന് കൊടുത്തു. 3 ആക്സസ്. മനസ്സിലായി? അതുകൊണ്ട് മൈ ഡിയർ ഗുഡ് സ്റ്റുഡൻസ്, ഞാൻ പറഞ്ഞല്ലോ ലിറ്റിൽ തിയേറ്റർ മൂവ്മെൻറ്റിൻ്റെ ബാക്കിലുള്ള ഐഡിയ തന്നെ ഇതാണ്. അതായത് വാല്യൂസ്, നഷ്ടപ്പെട്ട വാല്യൂസിനെ തിരിച്ച് അമേരിക്കൻ സൊസൈറ്റിയിൽ അമേരിക്കൻ ജനതയെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പം ഈ 7ാം നാടകത്തിലൂടെ നമ്മുടെ മഹാനായ ഈ നാടകകൃത്തിൻ്റെ പേര് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ, പെർസിവൽ വൈൽഡ്. അദ്ദേഹം പഠിപ്പിക്കുന്ന ഇതാണ്, ലോകത്തിൽ അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങൾ വരും, കറപ്ഷൻ ഉണ്ടാവും, ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരും. നമ്മുടെ ജീവിതം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കും. പക്ഷേ എങ്കിലും സത്യസന്ധമായിട്ട് നമ്മുടെ വാല്യൂസ് മുറുക്കി പിടിച്ചാൽ ആത്യന്തികമായിട്ട് വിജയം നമ്മുടേതായിരിക്കും. ബൈ. ഹാവ് എ നൈസ് ഡേ. എൻജോയ് യുവർ ലൈഫ്.